കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വർക്കല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. നാവായിക്കുളം യുദ്ധസ്മാരക ഹാളിൽ വെച്ചാണ് ശില്പശാല നടന്നത്. സംഘടനയുടെ മണ്ഡലതലം മുതൽ സംസ്ഥാനതലം വരെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ഏകോപിപ്പിക്കുന്നതിനും KSSPയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായുമാണ് മെമ്പർഷിപ്പ് വർദ്ധിക്കുന്നതിനുമായി ശില്പശാല സംഘടിപ്പിച്ചത്. പെൻഷൻ സമൂഹത്തിന്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സ്ത്രീ പങ്കാളിത്തം വലിയ തോതിൽ വർദ്ധിപ്പിക്കുക എന്നതും ശില്പശാലയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു. ഇതിനായി സംസ്ഥാന വ്യാപകമായി നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ നടത്തുന്ന ശില്പശാലകളുടെ ഭാഗമായാണ് വർക്കലയിലും പരിപാടി സംഘടിപ്പിച്ചത്. ശില്പശാലയുടെ ഔദ്യോഗിക ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി തെങ്കോട് ശശി നിർവഹിച്ചു. കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം, നമ്മുടെ സംഘടന എല്ലാ ജില്ലകളിലും ജില്ലാതലത്തിൽ നിങ്ങളെല്ലാം ഇവിടെ നിന്ന് നെയ്യാർ ഡാമിലൊക്കെ പോയിരുന്ന് ചർച്ചയിൽ പങ്കെടുത്തവരുണ്ട് എനിക്കറിയാം. നെയ്യാർ ഡാമിലും അതുപോലെ തിരുവനന്തപുരം DCC ഓഫീസിലുമൊക്കെ നമ്മൾ ശില്പശാലകൾ പങ്കെടുത്തു. അന്ന് നമ്മൾ ശില്പശാലകൾ സംഘടിപ്പിച്ചത് കേരളത്തിലെ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ജില്ലാതലത്തിലും അതുപോലെ വനിതകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി വനിതകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഒരു ശില്പശാലയുമാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ആ ശില്പശാലയുടെയൊക്കെ പശ്ചാത്തലത്തിൽ അതിന്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയപ്പോൾ നമ്മുടെ സംഘടന ശക്തിപ്പെടേണ്ടത് ഏറ്റവും ബേസ് റൂട്ട് എന്ന് പറയുന്നത്, ഈ സംഘടനയുടെ ആണിക്കല്ല് എന്ന് പറയുന്നത് നമ്മുടെ മണ്ഡലം കമ്മിറ്റികളും നിയോജകമണ്ഡലം കമ്മിറ്റികളും ആണെന്ന് കണ്ടുകൊണ്ടാണ്. ആ നിയോജകമണ്ഡലം കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളുമാണ് ഈ സംഘടനയുടെ പ്രവർത്തനം എങ്ങനെ ആയിരിക്കണം എന്ന് നിശ്ചയിക്കേണ്ടത്. ഇവിടെ കൂടി എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഈ ശില്പശാല ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് കേരള. നിയോജക മണ്ഡലം പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ഡല നിയോജക മണ്ഡല തലങ്ങളിലെ പ്രമുഖ നേതാക്കളും പങ്കുചേർന്നു. ബാക്കി വന്ന 5 മണ്ഡലങ്ങളിൽ കൂടി സംഘടനയെ എങ്ങനെ കമ്മിറ്റി രൂപീകരിക്കുന്നതിനും അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എങ്ങനെ കഴിയുമെന്ന് കൂടി ഈ ശില്പശാല തീരുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഈ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് ഉതകുന്ന രീതിയിൽ ഈ ശില്പശാലയിൽ പങ്കെടുക്കുന്ന മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും അഭിവാദിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ക്യാമ്പിന്റെ ഉദ്ദേശലക്ഷ്യം എന്ന് പറയുന്നത് സംഘടനയെ ശക്തമാക്കുക. ആ ശക്തമാക്കുക എന്നതോടൊപ്പം തന്നെ അത് ലക്ഷ്യങ്ങളുണ്ട്. എന്തൊക്കെ ലക്ഷ്യങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് വർധന തുടങ്ങിയ ലക്ഷ്യങ്ങളാണ്. ആ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. പെൻഷൻകാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അത് സമയബന്ധിതമായി ലഭിക്കുന്നതിനും അത് ലഭിക്കാതെ മരിച്ചുപോയവരുടെ, അതായത് 1 ലക്ഷത്തിലധികം പെൻഷൻകാർ ഈ DA അരിയസും പെൻഷൻ അരിയസും കിട്ടാതെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇതൊരു ശില്പശാലയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പഠന ക്ലാസ് കൂടിയാണ്. എല്ലാ പ്രവർത്തകർക്കും, അതായത് ഇന്ന് വിളിച്ചിട്ടുള്ളതെല്ലാം ഓരോ മണ്ഡലത്തിലെയും നേതാക്കന്മാർ മാത്രമാണ്, വനിതകളെയും മാത്രമാണ് വിളിച്ചത്. അവർക്ക് ഈ KSSP എന്താണെന്നും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നും അതിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ ഒന്ന് വിശദമാക്കി ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശില്പശാല ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്റെ മേഖല സാമ്പത്തിക വശവുമായി ബന്ധപ്പെട്ടതാണ്. എനിക്ക് ഈ സംഘടനയിൽ സാമ്പത്തിക നടപടിക്രമങ്ങൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്, വിവിധ കാര്യങ്ങളെക്കുറിച്ച് അംഗങ്ങൾക്കൊരു ശരിയായ ധാരണയുണ്ടാക്കുക. അതനുസരിച്ച് സുതാര്യമായ രീതിയിൽ അംഗങ്ങളുടെ വിശ്വാസത നേടിയെടുക്കത്തക്ക വിധത്തിൽ സംഘടനയെ സാമ്പത്തിക രംഗത്ത് കൂടി മെച്ചപ്പെടുത്തുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും നടന്നു വരുന്നു. കേരളത്തിലെ സർവീസ് പെൻഷനർമാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരം വാദിച്ചിട്ടുള്ള സംഘടനയാണ് KSSP. കഴിഞ്ഞ സർക്കാരിൻ്റെ കിരാത നയങ്ങൾക്കെതിരെ നിരന്തരം പ്രതിരോധിക്കുകയും കോടതിയിൽ പോയി പെൻഷനർമാർക്ക് വേണ്ടിയുള്ള അനുകൂല ഉത്തരവ് സംഘടിപ്പിച്ച സംഘടനയാണ് KSSP. നിയോജക മണ്ഡലത്തിലെ 8 മണ്ഡലങ്ങളിൽ നിന്നായി 83ഓളം പ്രതിനിധികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. ശില്പശാലയിൽ പങ്കെടുത്ത ഭാരവാഹികളുടെ ചോദ്യങ്ങൾക്കും സംഘടനയുമായി ബന്ധപ്പെട്ട വിവിധ സംശയങ്ങൾക്കും KSSP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് PJ അജയകുമാർ വിശദമായി മറുപടി നൽകി. വിസ്മയ ന്യൂസ്, വർക്കല.